അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വിജയത്തെ ബാധിക്കില്ലെന്നാണ് ഷൗക്കത്തിന്റെ പ്രതികരണം വരുന്നത്. കോൺഗ്രസ് ക്യാമ്പ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പുതിയ സാഹചര്യത്തിൽ പുതിയ അപ്ഡേഷൻ ഇന്ന് PV അൻവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തായിരിക്കാം ഇനി കോൺഗ്രസ് ക്യാമ്പിന്റെ UDF ക്യാമ്പിന്റെ കണക്കൂട്ടൽ വരിക? എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയേക്കാമെന്ന് നോക്കാം. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം നേതാക്കളൊക്കെ തന്നെ അൻവർ ഒരുപക്ഷെ തീരുമാനത്തിൽ നിന്നൊക്കെ പിൻവാങ്ങിയേക്കാം എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രഖ്യാപനം രാവിലെ വരുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അൻവറിന്റെ പ്രചരണത്തെ കൂടി നേരിടേണ്ടി വരും. എങ്ങനെയാണ് കരുനീക്കങ്ങൾ? UDFിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർക്കാരിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുന്നതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് ആണ് UDF ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത്. പക്ഷേ ആ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ നിന്നുമെല്ലാം മാറി കാര്യങ്ങൾ അൻവറിനുള്ള മറുപടി മാത്രമായി ഒതുങ്ങുകയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും അൻവർ രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു, അൻവറിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, അൻവറിൻ്റെ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ആ നീക്കങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് നിർബന്ധിതരാവുകയാണ് കോൺഗ്രസ് നേതൃത്വം. എല്ലാ കോൺഗ്രസ് നേതാക്കൾ എത്തുമ്പോഴും പ്രതികരണം തേടി മാധ്യമങ്ങൾ ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം അത്ര വലിയ പ്രാധാന്യം ആ വിഷയത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വിഷയം ചർച്ചയാകുമ്പോൾ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. ഇന്നിപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഒരു പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. ഈ നോമിനേഷൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ലല്ലോ അൻവർ എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും അവസാന നിമിഷവും അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു കോണിൽ VD സതീശൻ ശ്രമം എന്തായാലും അവസാനിപ്പിച്ചു. മാത്രമല്ല PV അൻവറിന് മുന്നിൽ വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. പക്ഷേ മറ്റൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ലീഗുകാരും ഒക്കെ ഈ വിഷയത്തിൽ അൻവറിനെ കൂട്ടിക്കൊണ്ടുപോയാൽ നല്ലതാണ് എന്നുള്ള നിലപാട് ഇപ്പോഴും അവർക്കുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും വരും 2 ദിവസങ്ങൾ നിർണായകമാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാകും പ്രതിപക്ഷ നേതാവ് കാണുക എന്നറിയില്ല. പക്ഷേ അത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ശരി, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ കൂടി ഇന്ന് ബ്രേക്ക് ചെയ്തത് മണ്ഡലത്തിൽ നിന്നും അരുൺ അമർനാഥായിരുന്നു. കാരണം അത് ലീഗിന്റെ അതിർത്തി സംബന്ധിച്ചാണ്. അതായത് ലീഗ് പലപ്പോഴും ഈ വിഷയമൊക്കെ തന്നെ ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അവിടെ ഒരു തിടുക്കം VD സതീശന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് ആണോ ഇപ്പോൾ ലീഗിനെ ചൊടിപ്പിക്കുന്നത്? ലീഗ് ആ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി സംബന്ധിച്ച് എന്ത് അതിർത്തിയാണ് ലീഗിനുള്ളത് ഇപ്പോൾ? ലീഗിന് അതൃപ്തിയുണ്ട്. പ്രധാനമായും 2026 തിരഞ്ഞെടുപ്പ് ഭരണം പിടിച്ചെടുക്കാൻ ലീഗിന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDFന് അനിവാര്യമാണ്. അവിടെ കോൺഗ്രസിന്റെ നിലപാട് ഇത്തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ ആശങ്ക. അവിടെ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി പക്വമായി ഇടപെടണമെന്നായിരുന്നു ലീഗിന്റെ ഇന്നത്തെ യോഗത്തിലുണ്ടായ വിലയിരുത്തൽ. അനാവശ്യ പിടിവാശി പ്രതിപക്ഷ നേതാവ് കാണിച്ചു. അൻവറിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു സമവായ നീക്കമാകാമായിരുന്നു എന്ന വിലയിരുത്തലൊക്കെ തന്നെ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ യോഗം ഒരേ സ്വരത്തിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള പോക്കിന് പക്വമായ നിലപാട് വേണം. ചില കാര്യങ്ങളിലൊക്കെ നിലപാട് തിരുത്താൻ ഉൾപ്പെടെ തയ്യാറാകണമെന്നുള്ളതാണ് KC വേണുഗോപാലിനെ അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തെ ഇത്തരത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ തന്നെയാണ് ലീഗ് യോഗത്തിന്റെ പരാതി. നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണം. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ്. അതിന് കൈമെയ് മറന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ലീഗിന്റെ ആപ്തവാക്യം. പ്രജീഷ്. ശരി, അരുൺ അമർനാഥും അമൽ തേനമ്പറമ്പിലുമാണ് UDF ക്യാമ്പ് സംബന്ധിച്ച് ഇന്നെടുക്കുന്ന തീരുമാനം സംബന്ധിച്ചൊക്കെയുള്ള അപ്ഡേഷൻസ് നൽകിയത്.